ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഭഗവാൻ ഉറപ്പു തന്ന കാര്യം ഇന്നത് കേരളത്തിൽ നടക്കുന്നു എന്ന തോന്നലുണ്ടാക്കുന്നു. കേരളത്തെ അഴിമതിയിൽ നിന്ന് മോചിപ്പിക്കാൻ, കേരളത്തിന് ഒരു ഉയർത്തെഴുന്നേൽപ്പിന് ഒക്കെ രണ്ട് അവതാരങ്ങൾ, ഇനി രണ്ടിൽ കൂടുതലുണ്ടോ എന്നെനിക്കറിയില്ല, ഒപ്പം കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. അത് വേറെ ആരുമല്ല, ഒന്ന് നിലമ്പൂർ MLA ആയ അൻവറിക്കായും മറ്റൊന്ന് നമ്മുടെ തവനൂർ MLA ആയ KT ജലീലും. ഇനി കൂടെ ആരൊക്കെയോ കാരാട്ടോ മറ്റാരൊക്കെയോ വരുന്നുണ്ട് എന്ന് തോന്നുന്നു. കേരളത്തെ ഒന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി എടുക്കാനുള്ള പരിപാടി. എന്താണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ഇവിടെ ചിലരുടെ രാഷ്ട്രീയ തക്കിയ അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. രണ്ട് മുന്നണികളുടെയും ഭാഗമായി നിന്ന് നേടാവുന്നതെല്ലാം നേടി. അതിനവർ മതേതര വേഷം കെട്ടി, സ്വതന്ത്ര വേഷം കെട്ടി, മതസംഘടനകളുടെ വേഷം കെട്ടി, തീവ്രവാദ സംഘടനകളുടെ വേഷം കെട്ടി, ഭീകരവാദ സംഘടനകളുടെ വേഷം കെട്ടി, തരം പോലെ രണ്ടു കൂട്ടരുമായി ചങ്ങാത്തത്തിലായി തങ്ങളുടെ കുയിൽ മുട്ടകളെ ആ കാക്കക്കൂട്ടിലൊക്കെ ഇട്ട് വിരിയിച്ചു. ഇപ്പോൾ കുയിലുകൾക്ക് പറക്കാറായി, അവർക്ക് ഒന്നിച്ച് പറന്നുയരാം. അങ്ങനെ എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ചുകൊണ്ട് ഒരുപക്ഷെ പണ്ട് സഖാവ് അച്യുതാനന്ദൻ പറഞ്ഞതുപോലെ കേരളം ഇസ്ലാമിക ഭരണത്തിലേക്ക് എന്ന് ആ ലക്ഷ്യം നേടാനായി കഴിഞ്ഞിരിക്കുന്നു എന്ന് തോന്നുന്നു. കാരണം ഈ കൊട്ടാര വിപ്ലവമൊക്കെ നയിക്കുന്നത് അതിലേക്കാണ്. തനതായ രൂപത്തിൽ എല്ലാ ഇസ്ലാമിക സംഘടനകളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു രാഷ്ട്രീയ സംവിധാനത്തിലേക്ക് നീങ്ങാനുള്ള പടപ്പുറപ്പാടിന്റെ നാന്ദിയാണ് ഇപ്പോൾ ഈ നടക്കുന്നത്. ഇതുവരെ ഈ കുയിൽ മുട്ടകളെ അടവെച്ച് വിരിയിച്ച എല്ലാ കാക്കകളും വിഡ്ഢികളാകാൻ പോവുകയാണ്. പലരും ചോദിച്ചിരുന്നു, കേരളത്തിലെ ഇങ്ങനെയുള്ള ഒരു ജനസംഖ്യാ വളർച്ച കൊണ്ട് മാത്രം കേരളത്തിനൊരു വർഗീയമായ നിറം വരുമോ എന്ന്. ഇന്ന് നമുക്കത് ബോധ്യമാകുന്നു. കാരണം CPM-ന്റെ രാഷ്ട്രീയ സംവിധാനം അറിയാവുന്നവർക്ക് വിശ്വസിക്കാൻ കഴിയുമോ അൻവറിനെ പോലെ ഒരാൾക്ക് വായിൽ തോന്നിയത് വിളിച്ചു പറയാമെന്ന്? അപ്പൊ വായിൽ തോന്നിയത് വിളിച്ചു പറയുന്ന അൻവർ ആകട്ടെ, ജലീലാകട്ടെ, നാളെ എല്ലാ പുറത്തു നിന്നും സഹായിക്കാൻ വരുന്ന മുസ്ലിം ലീഗ് ആകാം, അത് SDPI ആകാം, അത് പോപ്പുലർ ഫ്രണ്ട് ആകാം, അത് ജമാഅത്തെ ഇസ്ലാമി ആകാം, ആരുമാകാം, എല്ലാവരും ചേർന്ന് ഒരു രാഷ്ട്രീയ മുഖം രൂപപ്പെട്ടു വരുന്നു. ഇതിന് ജാഗ്രത ഇനിയും നമ്മൾ പാലിച്ചില്ലെങ്കിൽ ഇനിയും മതേതരത്വത്തിന്റെ ആ മയക്കുമരുന്ന് സേവിച്ച് മയങ്ങാനാണ് ഭാവമെങ്കിൽ വലിയ വില, വളരെ വലിയ വില കേരളം നൽകേണ്ടി വരും. ഞങ്ങളെയൊക്കെ നിങ്ങൾക്ക് വർഗീയവാദികൾ എന്ന് പറയാം, പക്ഷെ അതുകൊണ്ട് മാത്രം മര്യാദയ്ക്ക് വീട്ടിൽ കടന്നുറങ്ങാൻ കഴിയില്ല, മര്യാദയ്ക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. ഭയം വേണ്ട, പക്ഷേ ജാഗ്രത യഥേഷ്ടം വേണം എന്ന് മാത്രമാണ് പറയാനുള്ളത്.